ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നുള്ള പാചകമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്നും നമ്മുടെ പാചകമാണല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നും നമ്മുടെ പാചകമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പാചകവും കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വന്ന് നിങ്ങളോട് കഥ പറയുന്നു. ഫോൺ പിടിക്കാനായാലും പാചകം ചെയ്യാനായാലും ഒക്കെ ഞാനേ ഉള്ളൂ. ഒരു കയ്യിൽ ഫോണ്, ഒരു കയ്യിൽ കണവയ്ക്ക് ഞാൻ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് വഴിയെ ഒരു കുഞ്ഞ് വീഡിയോ ആയിക്കോട്ടെ കാണിച്ചു തരാം. സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പരിപ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിസിൽ കേൾക്കും കേട്ടോ. കുക്കറിൽ ഇപ്പോൾ വിസിൽ കേൾക്കും. ഞാനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് യൂണിഫോമൊക്കെ കഴുകി ഇട്ടുണ്ടോ, ചെരുപ്പൊക്കെ കഴുകി കുളിയൊക്കെ കഴിഞ്ഞെത്തിയിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ക്ലിയർ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ക്ലിയർ ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ബാക്ക് ക്യാമറ എടുക്കാം. ബാക്ക് ക്യാമറ എടുത്തിട്ട് കാണാം. നമ്മുടെ അടുക്കളയിൽ നിന്നും കണ്ട് നിങ്ങൾ ഞെട്ടരുത് കേട്ടോ. ശരി എന്നാ ശരി. സാമ്പാറിന് പരിപ്പടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം പിസിൽ കേൾക്കുന്നതായിരിക്കും. കണവ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തിട്ടുണ്ട്. കണവ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്ത് മസാലയൊക്കെ ഇട്ട് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി തേങ്ങ ഇവിടെ ഇരിപ്പുണ്ട്. അയല മീൻ കണവ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ, കഴുകിയില്ല. അപ്പം കണ്ടോ. പിന്നെ പച്ചക്കറി ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അടുക്കളയ്ക്ക് സ്പേസ് കുറവാണെന്ന് ഏതാണ്ടേ ഒരു ടേബിൾ പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുള്ള സംഭവമൊക്കെയാണ്. അപ്പോൾ പച്ചക്കറി ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇനി കാണിക്കാം കേട്ടോ. ഇനി പാചകമൊക്കെ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. പിന്നീട് ഇതുണ്ടല്ലോ കണവ, അതെ തീയലാണ് വെക്കണം. അപ്പോൾ പിസിൽ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം എന്തായാലും എൻ്റെ ജോലി നടക്കട്ടെ. അപ്പോൾ നമ്മൾ അടുക്കള വിശേഷമാണ് കണ്ടത്. പിന്നെ അതിന് ശേഷമുള്ളത് നമുക്ക് കാണാം. കറികളൊക്കെ ഞാൻ വെച്ചതിന് ശേഷം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ രാത്രിയാണ് ഇത് നിങ്ങളോട് പറയാനിരിക്കുന്നത്. എല്ലാ പാചകവും കൂടെ നമ്മൾ കാണിച്ചില്ല കേട്ടോ. പാചകം ചെയ്യുന്നതും കൂടെ കാണിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ജോലിയും കഴിഞ്ഞ് വന്നിട്ടൊക്കെ ജോലി ചെയ്യുന്നതാണ്. അന്നേരം ഞാൻ ഒന്ന് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞിട്ടാണ് ഫോൺ എടുത്തുകൊണ്ട് വെച്ച് നിങ്ങളാ വിശേഷം കാണിച്ചത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് വെച്ചതെന്നും എന്താണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്നും നമ്മൾ പാചകമായിട്ട് ഇപ്പോൾ ഒരാഴ്ച നമ്മൾ പാചകമായിട്ടാണല്ലോ വരുന്നത്. ഇപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഞാൻ പാചകം ചെയ്യുമ്പോൾ നമുക്ക് ഫോണൊക്കെ കൊണ്ട് വെച്ചിട്ട് അതുമല്ല നമ്മളെ പാചക വീഡിയോ കാണാനായാലും ആരുമില്ല. അപ്പോൾ എന്തായാലും എന്നും പാചകടി ആയാലും നിങ്ങൾക്കൊരിതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു കുഞ്ഞു ഇതും കൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്നും പറഞ്ഞിട്ട് അന്നേരം എടുത്തത്. പിന്നെ അതിന് ശേഷം ഫോൺ മാറ്റി വെച്ച് ഫോൺ വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് നിന്നാലുണ്ടല്ലോ നേരത്തെ ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുപ്പും നടക്കില്ല, സമയത്ത് ജോലിയും തീരില്ല. അതുകൊണ്ടാണ് അന്നേരം ഒരു ഇത് എടുത്തത്. അപ്പോൾ അതിന് ശേഷമുള്ളത് എന്തൊക്കെയാണ് ഞാൻ വെച്ചതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ ഇതിന് ബിരിയാണി വെച്ചപ്പോൾ അത് പാചകവും കാര്യങ്ങളൊന്നുമല്ല. അത് നമ്മളൊന്ന് പ്ലേറ്റിലോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് വെച്ച് അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാമെന്ന്. അത് ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് അതിന് ശേഷം അത് ഇടാൻ പറ്റില്ല. നോക്കട്ടെ പറ്റുമെങ്കിൽ ഇതും കൂടെ അത് ഫോണിൽ ഉണ്ടോ അതിനെയൊക്കെ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലോട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. എല്ലാം കൂടെ മിക്സായൊരു വീഡിയോ. പിന്നെ പാചകവും പിന്നെ ബിരിയാണിയും എല്ലാം കൂടെ ഉള്ളൊരു വീഡിയോ. ഒരു 4-5 മിനിറ്റ്, എത്ര മിനിറ്റാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഒരു 4-5 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ 4-5 മിനിറ്റുള്ള വീഡിയോ. അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ ഫുഡ് എന്തൊക്കെയാണെന്ന് കാണാൻ പോകാം. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം കേട്ടോ. അപ്പോൾ എല്ലാവരും പോകാം. നമ്മൾ പിന്നെ പാചകമൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ലൈവ് വന്നായിരുന്നു. ലൈവ് കഴിഞ്ഞതിൽ കൂടെ തന്നെയാണ് നമ്മുടെ ഫുഡ് അടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം നമ്മുടെ കറികൾ എന്തൊക്കെയാണെന്ന്. ലൈവ് കണ്ടവർക്ക് അറിയാം കറികൾ എന്താണെന്ന്. അപ്പോൾ ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളെ വീഡിയോ കാണുക. എന്നാൽ നമുക്ക് പോകാം. വരൂ എൻ്റെ കൂടെ നിങ്ങളും പോന്നോളൂ. എന്തൊക്കെയാണ് കറികൾ, ഏതൊക്കെയാണ് കറികളെന്ന് നമുക്ക് കാണാം.
ഇപ്പം നമ്മുടെ പാചകമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞതുപോലെ ചോറ് വെച്ചിട്ടുണ്ട്, അവിയൽ വെച്ചിട്ടുണ്ട്, അയല മീൻ വറുത്തിട്ടുണ്ട്, അയലക്കറി കണവക്കറി. ഇത് നമുക്ക് ഈ ഫർക്കോള ഉണ്ടല്ലോ, ഈ ഫർക്കോളയിൽ കൂടെ ഇങ്ങനെ സൂര്യപ്രകാശം വന്ന് നമ്മുടെ ഇവിടെയൊക്കെ വെയിലടിക്കും കേട്ടോ, വെയിലടിക്കും. അയലക്കറി, കണവക്കറി, സാമ്പാർ. പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് വെച്ചേ നമ്മൾ കൈയുടനെ വെച്ചില്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് ചീത്തയായി പോകും. സാമ്പാർ വെച്ചിട്ടുണ്ട്. കണവക്കറി ഉണ്ടല്ലോ, നമ്മൾ പിന്നെ ഒരു ദിവസം പാചകം ചെയ്ത് 2 ദിവസമായിട്ടാണ് എടുക്കണം. ഒരു ദിവസം പാചകം ചെയ്ത് 2 ദിവസമായിട്ടാണ് എടുക്കണം. അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് ഇന്നത്തേക്ക് മാത്രമാണെങ്കിൽ ഈ കണവക്കറിയും സാമ്പാറും അവിയലൊക്കെ മതി. പക്ഷേ നാളത്തേക്കും കൂടെ എടുക്കുന്നത് കൊണ്ടാണ് ഇതും കൂടെ നമ്മൾ വെച്ച് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ കണക്കിനാണ് അയലക്കറിയും കൂടെ വെച്ചാൽ ഞാൻ അയല മൊത്തത്തിൽ വറുക്കുമായിരുന്നു. ഇത് മാത്രമാകുമ്പോൾ നമുക്ക് 2 ദിവസത്തേക്ക് തികയില്ല. അതുകൊണ്ടാണ് അയലക്കറിയും കൂടെ വെച്ച്. അപ്പം നമ്മുടെ പാചകമൊക്കെ കണ്ടല്ലോ നിങ്ങൾ. കുറേ ദിവസമായി നമ്മൾ പാചകമൊക്കെ കാണിച്ചിട്ട്. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് ഇട്ടാലും നിങ്ങൾ കാണുന്നത് നിങ്ങളൊക്കെ കണക്ക് തന്നെയാണ്, കണ്ടോ. അപ്പോൾ എന്നാൽ ഇതൊക്കെ തന്നെ കറികളും ചോറും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വെഡ്ഡിങ് ഡേക്ക് ബിരിയാണി വെച്ചതിൻ്റെ ഒരു ഇതാണ്. അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്ലേറ്റിലോട്ട് ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തുകൊണ്ട് ഒന്ന് വീഡിയോ എടുത്തതാണ്, നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് വീഡിയോ എടുക്കുന്നതാണ്. നമ്മുടെ ഒരു കുഞ്ഞ് പിന്നെ വെഡ്ഡിങ് ആഘോഷം കേട്ടോ. അങ്ങനെ ആഘോഷമൊന്നും ഇല്ലാണ്ട് പിന്നെ മക്കൾ വരുന്നത് കേട്ടോ. മക്കൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ബിരിയാണി വെച്ച് കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ അവർ. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് ബിരിയാണി ഒരു കുഞ്ഞ് കേക്ക് കട്ടിൽ കട്ടിടുന്നു. ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ്ങും ഒരു കുഞ്ഞ് ബിരിയാണിയായിട്ട് നമ്മുടെ ഒരു ചെറിയ പരിപാടിയായിട്ടങ്ങ് ആഘോഷിച്ചു. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്താണ്. സാലഡും പപ്പടവും ചിക്കൻ ഫ്രൈ ഒന്നുമില്ല കേട്ടോ, ചിക്കൻ ഫ്രൈ ഒന്നുമില്ല, ചിക്കൻ ബിരിയാണി മാത്രം. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ബിരിയാണി നന്നായിട്ടൊക്കെ വെക്കും കേട്ടോ. നമ്മുടെ കെട്ടിയോ ബിരിയാണിയൊക്കെ കേൾക്കണ്ട, ഞാൻ വോയിസ് കൊടുക്കുന്നത് അവിടെ നിൽക്കുന്നുണ്ട്, കേൾക്കും ചിലപ്പോൾ. അപ്പം ഞാനും മക്കളും ഞങ്ങളെ എല്ലാവരും കൂടെ ഉള്ളൊരു കുഞ്ഞ് ആഘോഷം. എല്ലാവരും കാണുക, കേൾക്കുക. വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. എല്ലാം കൂടെ മിക്സായൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുന്നവർ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. പിന്നൊരു കാര്യമുണ്ട്, പിന്നെ വീഡിയോ കാണുന്നവർ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് ലൈക്ക് ചെയ്യുന്നില്ല, വീഡിയോ കണ്ട് മാത്രം പോകുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. പോരാത്തതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നന്മയായാലും തിന്മയായാലും നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ കമൻറ്റും കൂടെ ഇടണം കേട്ടോ. നിങ്ങൾ കമൻറ്റൊക്കെ ഇട്ട് ലൈക്കൊക്കെ ഇട്ടാൽ നമ്മുടെ വീഡിയോ ഒക്കെ കയറി പോകുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അവിടെ അങ്ങ് നിന്ന് സ്റ്റക്കാവും കേട്ടോ. പിന്നൊരു കാര്യം, ഇഷ്ടപ്പെടാത്തവർ വിചാരിക്കും അവളിപ്പോൾ അങ്ങനെ നന്നാവണ്ട, അവൾക്ക് ലൈക്കും കൊടുക്കണ്ട കമൻറ്റും കൊടുക്കണ്ടെന്ന് വിചാരിക്കും. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഞാൻ പറയാനുള്ളത് പറഞ്ഞ് നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ഇട്ട് കമൻ്റ് ഇട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്, ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.